ഇവനാണെങ്കിൽ ഈ പുല്ലൂറുള്ള എല്ലാ ഹോൾസെയിൽ കടയിൽ നിന്നും ഡിസംബർ 25 വരെയുള്ള ടിക്കറ്റ് എടുത്തുള്ളൂ. അത് കഴിഞ്ഞാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ പുല്ലൂരിലേക്ക് വരാൻ തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞുള്ള ടിക്കറ്റ് എവിടെ നിന്ന് എടുത്തതെന്ന് നമുക്കറിയാം. അപ്പം ഞാൻ എൻ്റെ ബില്ലെടുത്ത് നോക്കിയപ്പോൾ ഈ ബൈജു എന്ന ആൾക്കാണ് കൊടുത്തത്. അന്നേരം തന്നെ ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ക്രിസ്മസ് പുതുവർഷ ബമ്പർ ലോട്ടറി ടിക്കറ്റ് വ്യാജമായി നിർമ്മിച്ച് തന്റെ ലോട്ടറി കടകളിലൂടെ വിറ്റഴിച്ച് തട്ടിപ്പ് നടത്തി വന്ന 38-കാരൻ പുനലൂർ പോലീസിന്റെ പിടിയിൽ. പുനലൂർ വാളക്കോട് സ്കൂളിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന CPM പുനലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും പുനലൂർ TB ജംഗ്ഷൻ കുഴിയിൽ വീട്ടിൽ 38-കാരൻ ഷൈജു ഖാനാണ് അറസ്റ്റിലായത്. പുനലൂർ TB ജംഗ്ഷനിലെ ചെക്കുളത്തമ്മ ലക്കി സെന്റർ ഉടമ സുഭാഷ് ചന്ദ്രബോസിന്റെ പരാതിയിലാണ് ബൈജു ഖാനെ പോലീസ് പിടികൂടിയത്. പാലക്കാട് തന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ടിക്കറ്റ് എൻ്റെ കൈ വന്നിട്ടുണ്ട്, ഏജന്റ് വിളിച്ചു പറഞ്ഞു എൻ്റെ കൈ വന്നിട്ടുണ്ട്, അത് ക്ലാസ് കോപ്പിയാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന് അടിമാലിയിൽ നിന്ന് ഇത് കണക്ക് തന്നെ ഒരു ടിക്കറ്റ് വിളിച്ചു പറഞ്ഞു 71, 54, 5000 രൂപ അടിച്ചു എൻ്റെ കോപ്പിയാണ്. അപ്പം ഞാൻ എൻ്റെ ബില്ലെടുത്ത് നോക്കിയപ്പോൾ ഈ ബൈജു എന്ന ആൾക്കാണ് കൊടുത്തത്. അന്നേരം തന്നെ ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അപ്പോൾ അന്വേഷണം നടക്കണം, അതിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ബൈജു ഇപ്പോൾ ടിക്കറ്റ് എടുക്കണോ സ്ഥിരമായിട്ട് എടുത്തോണ്ടിരിക്കില്ല? ഇല്ല, ആ ശബരിമല സീസണിൽ മാത്രം നമ്മുടെ ബമ്പർ മാത്രമേ എടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും എടുത്തില്ല. ബമ്പർ മാത്രം, എല്ലാ ടിക്കറ്റ് കൊടുത്തില്ല, ബമ്പർ മാത്രമേ എടുത്തുള്ളൂ. വേറെ 2024 ഡിസംബർ 12-ാം തീയതി മുതൽ 24-ാം തീയതി വരെ പരാതിക്കാരന്റെ സ്ഥാപനത്തിൽ നിന്നും ടിക്കറ്റ് വാങ്ങി അതിന്റെ വ്യാജ ടിക്കറ്റ് തയ്യാറാക്കി വിൽപ്പന നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയത്. 332 രൂപ നിരക്കുള്ള ലോട്ടറി ടിക്കറ്റിന്റെ വ്യാജ ടിക്കറ്റ് തയ്യാറാക്കി 400 രൂപയ്ക്ക് വിൽപ്പന നടത്തി. പ്രതിയായ ബൈജു വിറ്റ ചില ലോട്ടറി ടിക്കറ്റിന് സമ്മാനം ലഭിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത്. സംശയം തോന്നിയ ചക്കുളത്തമ്മ ലക്കി സെന്റർ ഉടമ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. DYFI മുൻ വില്ലേജ് സെക്രട്ടറിയും പുനലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ താൽക്കാലിക ലിഫ്റ്റ് ഓപ്പറേറ്ററുമായിരുന്നു അറസ്റ്റിലായ ഷൈജു ഖാൻ. മിനി പമ്പ എന്നറിയപ്പെടുന്ന TB ജംഗ്ഷനിൽ മണ്ഡലകാലത്ത് 100ഓളം കടകളുടെ കൂട്ടത്തിലാണ് ഷൈജു ഖാന്റെ 2 ലോട്ടറി കടകളും പ്രവർത്തിച്ചിരുന്നത്. യഥാർത്ഥ ടിക്കറ്റുകൾ ഏജൻസിയിൽ നിന്ന് വാങ്ങി അതേ മാതൃകയിൽ കളർ പ്രിന്റ് എടുത്ത് കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതി മുതൽ 24-ാം തീയതി വരെ വിൽപ്പന നടത്തിയായിരുന്നു തട്ടിപ്പ്. റിപ്പോർട്ടർ കണ്ണൻ തെന്മല.